ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് വിസ്മി എന്ന് പറയുന്ന കമ്പനിയുടെ അൾട്രാ സീരീസിൽ വരുന്ന സ്മാർട്ട് വാച്ച് കേട്ടോ. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ടാണ് ഈ കാണിക്കുന്നത് WSX19 അൾട്രാ 3 എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ 5+2 എന്നെല്ലാം കാണിച്ചിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് എന്താണെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ സെയിം കമ്പനിൻ്റെ ഒരു നല്ലൊരു എയർപോഡും കൂടിയുണ്ട്. പ്രോ മോഡൽ വരുന്ന ഒരു എയർപോഡും കൂടിയുണ്ട്. എന്തായാലും ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നോക്കി നോക്കാം. അതിന് മുമ്പ് ബോക്സിൻ്റെ പിറകു വശത്ത് വരെ തന്നെ ഫിറ്റ്നസിൻ്റെ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ ട്രാക്കിങ്ങിൻ്റെ ആ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ടച്ച് സ്ക്രീന്, വാട്ടർ പ്രൂഫ്, മ്യൂസിക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും ഇതാക്കാനുള്ള. പിന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. വോയിസ് അസിസ്റ്റൻറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ക്ലോക്ക് ആൻഡ് അലാറമിൻ്റെ ആ ഒരു ഇതും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫിറ്റ്നസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 3 QR കോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡിനും ആപ്പിളിനും ചെയ്യാൻ പറ്റിയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു 3 QR കോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വാച്ച് എങ്ങനെയുണ്ടല്ലോ നമുക്ക് നോക്കി നോക്കാം. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയാണ്. ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വാച്ച് എങ്ങനെയുണ്ടല്ലോ നമുക്ക് നോക്കി നോക്കണ്ടേ. എന്തായാലും ഒരു പെനോണ്ട് തന്നെ അങ്ങനെ നമുക്ക് കയറിയിട്ട് ഓക്കെ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ് ഞാൻ. ആയിവാ, അടിപൊളി. അപ്പോൾ വാച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ലുക്കൊക്കെ ഉണ്ട് കാണാൻ. വാച്ച് അവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 3 സ്ട്രാപ്പ് ആയിട്ടാണ് വരുന്നത്. സ്ട്രാപ്പാണ് ഈ കാണുന്നത്. അത് കൂടാണ്ട് 3 അല്ല കേട്ടോ, അതിന് കൂടുതൽ പറയുന്നത് ഒരു ബ്ലാക്ക് സിലിക്കോൺ സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്രീന് കളറുള്ള ക്ലോത്തിൻ്റെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പോൾ 1 2 3 ഓക്കെ 4 അയവ ഒരു ഓറഞ്ച് കളറിലുള്ള സിലിക്കോൺ സ്ട്രാപ്പ്. അത് കൂടാണ്ട് വീണ്ടും ഒരു ഓറഞ്ച് അൾട്രയുടെ മെയിനായിട്ടുള്ള ഒരു സിലിക്കോൺ സ്ട്രാപ്പ്. അപ്പോൾ 1 2 3 4 5 സ്ട്രാപ്പ് വരുന്നുണ്ട് കേട്ടോ. 5 സ്ട്രാപ്പ്. അത് കൂടാണ്ട് ഇതാ ഒരു USB to വയർലെസ് ചാർജർ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ എയർപോഡ് ചാർജ് ചെയ്യാനുള്ള ആ ഒരു കേബിളുണ്ട്. അത് ടൈപ്പ് സി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സാധാരണ ഐഫോണിൻ്റെ ഇതിലുള്ളതല്ല വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കി നോക്കാം. എന്തായാലും ആശുപത്രിക്കട്ടെ. അതിൻ്റെ അയവാ ഇതിങ്ങനെ ഇട്ടത് ഇതൊന്നുമില്ല, ഇതിന് മൂടിയൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ എടുക്കേ കണ്ടാ. അയവാ അടിപൊളി കേട്ടോ. നല്ലൊരു കാണാനൊക്കെ നല്ലൊരു ലുക്ക് ഉണ്ട് കാണാൻ. ഇത് ഓൺ ചെയ്യാനുള്ള ബട്ടൺ ഏതാണെന്നൊരു പിടുത്തം കിട്ടല്ലോ. ഞാനും ആദ്യമായിട്ടാണ് ഈ കാണുന്ന ഈ സാധനം. ഇത് ചാർജ് ചെയ്യാനുള്ളതാണ്. ഈ കേബിളോടെ കുത്താം. രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ ഓണാവുന്നുള്ള നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ചാർജ് ചെയ്തിട്ട് നോക്കി നോക്കണം. ഇവിടെ ചാർജ് ഇല്ലയെന്നാണ് തോന്നുന്നത്. ഇതിൽ നമുക്ക് ഇത് കുത്തിന്നുണ്ടല്ലോ അതെല്ലാം കാണുള്ളൂ. നമ്പറൊന്നും കാണുന്നില്ല. നമ്മൾ എടുത്തിട്ട് ഓണാവുന്നത് കാണില്ല കേട്ടോ. ഇനി ഇവിടെ വേറെ ബട്ടൺ എന്തുണ്ടോയെന്ന് അറിയില്ല. ഇല്ല, ബട്ടണൊന്നുമില്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഓൺ ആവാറാണ്. ചാർജ് ഇല്ലയെന്നുകൊണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് അതിൻ്റെ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണട്ടെ. നമുക്ക് ഞാൻ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണ കണ്ടില്ലേ. ഒരു ബ്ലൂ കളറിലുള്ള ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ വെക്കുമ്പോൾ റെഡും ആവുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഇതുമ്മൽ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് കാണുന്നില്ല. തോന്നുന്നത് ഇനി രണ്ടും കൂടി ആകുമ്പോൾ മൊബൈലുമായിട്ടൊന്ന് കണക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു ഇത് കാണിക്കേണ്ടത് ആക്കം. അത് ചിലപ്പോൾ ചാർജ് കയറുമ്പോഴാവും ചിലപ്പോൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ചാർജറിന് ഇടാനുണ്ട്. നമുക്ക് വാച്ചിലേക്ക് പോകാം. അതൊക്കെ മാറ്റി വെച്ചിട്ടു. ഓക്കെ നമ്മൾ വാച്ച് എടുക്കുന്നുണ്ട്. അടിപൊളി. അതിൻ്റെ മുകളിൽ ഇതാ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. അതൊക്കെ മാറ്റി വെക്കാം നമുക്ക്. അടിപൊളി, നല്ല സിൽവർ കളറ്. അൾട്രാ സീരീസിനാണ് ഇങ്ങനെ ഒരു ഓറഞ്ച് ബട്ടൺ കാണാൻ. ഇവിടെ അതാ ഒരു സ്പീക്കറിൻ്റെ ഇത് കാണുന്നുണ്ട്. ഇവിടെ സ്ട്രാപ്പ് ഇടാനുള്ളതാണ്. അതിൻ്റെ ലോക്കിനുള്ള ആ ഒരു ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്. 4 സ്ക്രൂ വരുന്നുണ്ട്. ഇവിടെയും അതിൻ്റെ ലോക്കിനുള്ള ബട്ടൺ കാണുന്നുണ്ട്. ഇവിടെ ഒരു അടിപൊളി ബട്ടൺ ഇവിടെ ഉണ്ട്. നല്ലൊരു ക്രൗൺ ബട്ടൺ ഇവിടെ ഉണ്ട്. ഇതാണ് ഓൺ ആക്കാനുള്ളത്. ഇവിടെ മൈക്ക് വരുന്നുണ്ട്. നല്ല സ്ക്വയർ ഓവൽ ഷേപ്പിലുള്ള ബോഡി.
ഈ വശത്ത് വരാന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഭാഗവും പിന്നെ സെൻസറും ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ വന്നിട്ട് അൾട്ര 2 എന്നാണ് ഇതുമ്പോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബോക്സുമ്പോൾ കൊടുത്തിട്ടുള്ള അൾട്ര 3 എന്നാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വാച്ച് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്നല്ലേ നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ വാച്ച് ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നത്. അയവാ അവർ ആ ഒരു ബ്രാൻഡ് നെയിം എല്ലാം ബോട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. ബിസ്മിന്ന് അയവ അടിപൊളി ഒരു നല്ല ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഡിസ്പ്ലേ നമുക്ക് മാറ്റി വെക്കാം. അയവ സ്പോർട്സിൻ്റെതൊക്കെ ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ള വേറൊരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അയവ അടിപൊളി, ഇതും കുഴപ്പമില്ല. ഈ ഒരു 4 ഡിസ്പ്ലേ ആണ് കാണുന്നത്. പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. മുകളിൽ നിന്ന് കണ്ട് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് ബ്ലൂടൂത്ത് കാര്യങ്ങൾ, വോയിസ് അസിസ്റ്റൻറ്റ്, QR കോഡ് കാര്യങ്ങൾ. ഓക്കെ, ഇത് വന്നിട്ട് അതിൻ്റെ സ്പീഡും കാര്യങ്ങളും ഏത് വർഷനുള്ളതെന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് അവിടെ എബോട്ടിൽ കാണിക്കുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂടുതലും കുറവാക്കി വെക്കാനുള്ള ആ ഒരു സംഭവങ്ങൾ കാണുന്നുണ്ട്. സ്ക്രീനിൻ്റെത് അങ്ങനെ എല്ലാ സെറ്റിങ്സും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ പോയി കണ്ടാലും അതേപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യാനുള്ളത് ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇവിടെ തീംസ് വരുന്നുണ്ട്. ഇവിടെ ഡിസ്പ്ലേയുടെ ആ ഒരു ഇതിൽ പോകാനുള്ളത് വരുന്നുണ്ട്. സെറ്റിങ്സ് എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഡെയിലി ഇത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കി വെക്കാം. ഈ ഒരു സംഭവം നമുക്ക് ഇവിടുന്ന് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അത് കളയാൻ പറ്റും കേട്ടോ. അത് സെറ്റിങ്സിലുണ്ടാവുക. ലൊക്കേഷൻ്റെ ആ ഒരു ഇത് ഓണാക്കി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് GPS ട്രാക്കിൻ്റെ ഫിറ്റ്നസ് പരമായിട്ടുള്ള ഇതിക്കുള്ളതാണത്. ഇവിടെ വന്നിട്ട് അലാറം സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ്സിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരെ ഇത് വരുന്നത്. ഈ ഒരു പ്ലസ്സിൽ പോയിട്ട് നമുക്ക് വേറെ ഏതൊക്കെ ഇതിൽ നിന്ന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനുള്ള ആ ഒരു ഇതാണ് ആ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട്. മെനു വന്നിട്ട് ഇതാ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇതിങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ അത് ചെറുതാവുന്നുണ്ട്. ഓക്കെ, ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ മോഡൽ നമുക്കിങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതൊക്കെ എത്രമാത്രം വർക്കിംഗ് ആണെന്നുള്ള നമുക്ക് അറിയില്ല. കുറച്ച് വാച്ചിൻ്റെ ഇത് ഗെയിമിംഗ് എല്ലാം കാണിക്കുന്നുണ്ട്. കലണ്ടർ, കാൽക്കുലേറ്റർ, ഇതാണ് ട്രാക്കിങ്ങിൻ്റെ. അത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. മെയിൻ ആൾവേസ് ഡിസ്പ്ലേ എല്ലാം ആവുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ക്ലോക്ക് ടൈപ്പിലും ഡിജിറ്റൽ ടൈപ്പിലെല്ലാം ആക്കാൻ പറ്റും. സെറ്റിങ്സിൻ്റെ ഈ ഒരു ഇതിൽ വരാമെന്നുണ്ടെങ്കിൽ ഡയൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ടുണ്ട്. അത് വന്നിട്ട് 4 മോഡലിലാണ് വരുന്നത്. ഓക്കെ, അത് അടിച്ചിട്ട് നമുക്ക് ബാക്ക് പോയി നോക്കാം. തീംസ് വന്നിട്ട് നമുക്ക് ഒരു 8 മോഡൽ നമുക്ക് ആക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ബാക്ക് അടിച്ച് ഇത് വന്നിട്ട് ഡിസ്പ്ലേയിൽ വന്നിട്ട് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ളതും പിന്നെ ഇതാ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. അമൈസിസ്റ്റ് കാർഡ്, ബ്രൈറ്റ്നസ് ക്ലോക്ക് അത് സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ വന്നു കണ്ടാൽ 5 സെക്കൻഡാണ് നമുക്ക് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്ക്രീനിൻ്റെ ടൈം വന്നിട്ടുണ്ട്. അതിലും 5 സെക്കൻഡാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ഇതുള്ള പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൺ വോയിസ് ഡിസ്പ്ലേ അതിൽ പോയി കണ്ടാൽ ഏതൊക്കെ ടൈപ്പാണെന്നുള്ളത് അതും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ ശേഷം നമ്മൾ ബാക്ക് പോവാണ്. ഇതിൽ ഇത്രയാണ് വരുന്നത്. ഇതിൽ പോയി നോക്കി നോക്കാം. റിസ്റ്റ് വാക്ക് അതിലും നമുക്ക് ഏതൊക്കെ ടൈമിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ആ ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാക്കിയതിന് ശേഷം നമുക്ക് ബാക്ക് പോണ്. ഡു നോട്ട് ഡിസ്റ്റർബ്സ് എന്നുള്ള ആ ഒരു സംഭവമുണ്ട്. അത് നമുക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ ടൈമിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻസും ഇതിൽ വന്നിട്ടുണ്ട്. മുമ്പുള്ള ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാവും ചിലപ്പോൾ അൾട്ര 3 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിലേക്ക് വരാം. ഇതിൽ വന്നു കണ്ടാലും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത് ഇതാണ് നോക്കാനുള്ളത്. ട്യൂൺ ഓഫ് ദ ഡയൽ അതിൽ പോയി കണ്ടാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള വർക്കിംഗ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയേക്കണം. അതിൽ നമുക്ക്
ടൈമിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്ക് പോവാണ്. പിന്നെ സൗണ്ട് വൈബ്രേഷനിലെ ആ ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് അത് നിങ്ങളതിനനുസരിച്ചിട്ട് അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ വരുന്നത് ലാംഗ്വേജാണ്. ലാംഗ്വേജിൽ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് നോക്കിയിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിലിപ്പോൾ ഇംഗ്ലീഷാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ബാക്ക് വരുന്നു. ടൈം സെറ്റിങ്സ് വരുന്നുണ്ട്. ടൈം സെറ്റിങ്ങിൻ്റെ പിന്നെ ഡേറ്റിൻ്റെ ഒക്കെ നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാലും ഓട്ടോമാറ്റിക്കായിട്ട് ആവുകയും ചെയ്യും. അല്ലാണ്ട് മാനുവലായിട്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻസാണ് ഈ കാണുന്നത്, ഡേറ്റിൻ്റെത് പിന്നെ ടൈമിങ്ങിൻ്റെതും. ഇത് വന്നിട്ട് QR കോഡാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് പാസ്വേഡ് ഇട്ട് വെക്കുക. അതിന് ശേഷം സിസ്റ്റം മെനു ആണ് വരുന്നത്. സിസ്റ്റം മെനുവിൽ പവർ ഓഫ്, ഫാക്ടറി റീസെറ്റ്, പിന്നെ റീബോട്ട് ആ ഒരു ഇതാണ് വരുന്നത്. അതിന് ശേഷം വന്നിട്ട് ഇതവിടെ ഈ ഒരു ഓപ്ഷൻസാണ് വരുന്നത്. വന്നിട്ട് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഡബിൾ ടാപ്പ് ചെയ്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻസാണ് കാണുന്നത്. അതിന് ശേഷം ഇതവിടെ വന്നുകൊണ്ടാലാണ് മെയിനായിട്ടുള്ള അൾട്രാ. ഇതിലും അൾട്രാ 2 എന്നല്ല കാണിച്ചിട്ടുള്ളത്, എന്താണെന്നറിയില്ല. ഒരു ബോക്സും അൾട്രാ 3 എന്ന് പറയുന്നത്, ഇതിൽ അൾട്രാ 2 എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നറിയില്ല. മോഡൽ നമ്പറും കാര്യങ്ങളും ആൽബസ് ഡിസ്പ്ലേ ഒക്കെ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്ക് മെയിൻ മെനുവിൽ നമുക്ക് പോയി നോക്കി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് അടിച്ചിട്ട് ഇങ്ങനെ ബാക്ക് നമുക്ക് പോവാട്ടോ. ഡിസ്പ്ലേ വന്നിട്ട് ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ ആ ഒരു ഇത് ഉണ്ടായിരുന്നല്ലേ, അതിപ്പോൾ പോയിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് ഓണും ഓഫും ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഞാനപ്പോൾ ഇത് സെറ്റ് ചെയ്യണ സമയത്ത് ഓഫായി പോയി. ആൽബസ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. ബാറ്ററിയൊക്കെ എത്ര ടൈം നിൽക്കും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് 2 വീഡിയോസായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് വേറെ വീഡിയോ ആണ്, ആപ്ലിക്കേഷൻ ഇട്ടിട്ട്. അപ്പോൾ അത് സ്ട്രാപ്പ് ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു ലുക്കിലുണ്ടോ നോക്കാം. നമുക്ക് കെട്ടി നോക്കാം സ്ട്രാപ്പ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. കൈക്കൊരു ലുക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സുഹൃത്തുക്കൾ, അപ്പോൾ അങ്ങനെ കയ്യിൽ കെട്ടിയിട്ടുള്ള ആ ഒരു ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആൾവേസ് ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കെട്ടി കഴിയുന്നുണ്ടാലും ഇങ്ങനെ ഉണ്ടാവുക സാധാരണ. സുഹൃത്തുക്കൾ, അപ്പോൾ വിസ്മി എന്ന് പറയുന്ന കമ്പനിയുടെ അൾട്രാ സീരീസ് വന്ന സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടെല്ലാം ചെയ്യുന്നത് അടുത്ത വീഡിയോസിലാണ് കാണുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.